ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സാറാമ്മ വർഗീസ്. ഞാൻ അങ്കമാലി മേക്കാട് നിന്നും വരുന്നു. ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത് എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് 12/9/2023 ഞാൻ എടുക്കാൻ കാരണം എൻ്റെ മകൻ 3-4 തവണ വിദേശത്തേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊക്കെ റിജക്റ്റായി പോവുകയായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ നിയോഗത്തിലെല്ലാം ഇവൻ്റെത് നിയോഗം വെച്ചിരുന്നു. ഈ 5-ാമത്തെ പുതുക്കലിൽ അവൻ്റെ നിയോഗം അമ്മ മാതാവ് അവന് സാധിച്ചു കൊടുത്തു. അവൻ ഈ 28-ാം തീയതി അവൻ ഖത്തറിന് പോവുകയാണ്. ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത ആളാണ്. ഏകദേശം 4 പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു. ഒരുപാട് പൈസയും പോയിട്ടുണ്ട്. അത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അത് കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ വേറൊരു ചേട്ടൻ വഴിയാണ് നമുക്ക് ഇതിൽ പോകാനുള്ള കാരണം. അപ്പോൾ ഏകദേശം ഒരു 10,500 പേരുണ്ടായിരുന്നു. അല്ല 200 വേക്കൻസിയാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ സെലക്റ്റായി. കഴിഞ്ഞ ആഴ്ചയാണ് വിസ വന്നത്. പിറ്റേ ദിവസം തന്നെ നമുക്ക് ടിക്കറ്റ് വന്നായിരുന്നു. അപ്പോൾ 28-ാം തീയതി പോവാണ്. ഇനി അവിടെ ചെന്ന് 2 മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെഡിക്കലിലേക്ക് തീരെ കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരുന്ന ആളായിരുന്നു. അതായത് എനിക്ക് അത്രയ്ക്കും ചുമയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് സാധിച്ചു കിട്ടി. രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കാറില്ല. പിന്നെ ഡെയിലി ബ്രെഡ് അത്, പിന്നെ അതുപോലെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, അങ്ങനെ അവന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എനിക്ക് ഒറ്റ അനുഗ്രഹം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ. അതായത് ഞങ്ങൾക്ക് 8 മണിക്കാണ് കുർബാന. പക്ഷേ ഞാൻ പള്ളിയിൽ ചിലപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴാണ് പോകണേ. കാരണം അപ്പോഴത്തേനും പകുതി മുക്കാലും പള്ളിയിൽ കഴിഞ്ഞിട്ടുണ്ടാവും. പല്ലും പുറത്ത് ഇരിക്കും, കഴിയും, നേർച്ചയിടും, പോരും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 7:45 എനിക്ക് പള്ളിയിൽ ചെല്ലണം. ഇപ്പോൾ പള്ളിയുടെ അകത്ത് മാത്രം എനിക്ക് നിന്ന് കുർബാന കണ്ടാലേ എനിക്ക് സമാധാനമുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു സമാധാനം, എനിക്ക് ഭയങ്കര ഒരു വിഷമം എനിക്കത്. പിന്നെ അതേപോലെ കുമ്പസാരം, 2 ആഴ്ചക്കാടുമുള്ള കുമ്പസാരം ഞാൻ ഒന്നും മുറക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. പിന്നെ എന്നിലാവുന്നത്, ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്, വൃദ്ധസദനം. അവിടെ ഈ പറഞ്ഞ വയ്യാത്ത രോഗികളുണ്ടായിരുന്നു, അമ്മമാർ. അവരെ ഞങ്ങൾ പോയി പരിപാലിക്കുമായിരുന്നു. പിന്നെ കയ്യിലുള്ള തുച്ഛമായ ഇതാണെങ്കിലും നമ്മൾ അതുപോലെ പാവപ്പെട്ടവർക്ക് അത് രോഗികൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ എന്നിലാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ ഭക്ഷണം, വസ്ത്രം, ചെറിയ കുട്ടികളുള്ള ഒരു അനാഥാലയമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം, അതുപോലെ വസ്ത്രം, അതൊക്കെ അവർക്ക് പാകത്തിനുള്ള ഉടുപ്പുകളെല്ലാം മേടിച്ച് അങ്ങനെ കൊടുത്ത് അങ്ങനെയുള്ള എന്നിലാവുന്ന ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു അനുഗ്രഹം എൻ്റെ മകന് കൊടുത്ത് അമ്മ മാതാവിന് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതിന് മാത്രം ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് അവന് വേണ്ടി. ആ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ. നിയമാവർത്തനം 31:8 കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. സാറാമ്മ എന്ന ഈ സഹോദരിയും മകന് വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഒത്തിരി പേരുടെ ഇടയിൽ നിന്ന് അത്ഭുതകരമായി പരിശുദ്ധമ്മയുടെ സംരക്ഷണം കൊണ്ട് മാത്രം ആ വിദേശത്തേക്കുള്ള ജോലി കാര്യങ്ങൾ ശരിയാവുകയും അടുത്ത ദിവസം പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും മകന് ക്രമീകരിച്ച് കിട്ടുകയും ചെയ്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുക. മകൻ പറഞ്ഞു, 1500 പേരോളം പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ 200 പേരുടെ ഒഴിവിലാണ് മകനെ ഒരാളായി കണ്ടെത്തിയത്. ഇഷ്ടംപോലെ എണ്ണിയാലൊടുങ്ങാത്തത്ര അപേക്ഷകൾ വിദേശ ജോലിക്ക് വേണ്ടി അയച്ച് പരിശ്രമിച്ചിരുന്നു. അതൊക്കെ പരാജയപ്പെട്ടപ്പോൾ അമ്മയുടെ തുടർച്ചയായ കണ്ണീര്, കൃപാസന മാതാവിൻ്റെ തിരുനടയിലുള്ള പ്രാർത്ഥന, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് ഒരു വഴി തുറന്ന ജീവിതത്തിന് മേൽഗതി ഉണ്ടാകുവാൻ മകന് വിദേശത്തൊരു ജോലി നൽകണമെന്ന ഇടതടവില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരമാണ് ഈ ജോലിയും അമ്മയുടെ സംരക്ഷണവും. അതിനാണ് ഈ കുടുംബം ഈ നടയിൽ നന്ദിപൂർവം അമ്മയ്ക്ക് സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.